ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഈ ഒരു ഡ്രസ് ഫോമിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷോൾഡർ ടു നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതെടുക്കുക. ഇവിടെ ഞാൻ 13 എടുത്തിരിക്കുന്നത്. അടുത്തത് ഷോൾഡർ ടു ഷോൾഡർ ബാക്കിൽ നിന്ന് എത്രയാണോ ഷോൾഡർ വരിക എന്നുള്ളത് നോക്കുക. ഇവിടെ 15 വന്നിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ്റ്റിന് തൊട്ട് മുകളിൽ, അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ടിൽ വരുന്ന അളവാണ് നമുക്ക് ചെസ്റ്റിന് എടുക്കേണ്ടത് കേട്ടോ. ചെസ്റ്റിൻ്റെ അളവും ബസ്റ്റിൻ്റെ അളവും സെപ്പറേറ്റ് ആണ് എടുക്കേണ്ടത്. കാരണം ചിലവർക്ക് ചെസ്റ്റ് കൂടുതലും ബസ്റ്റ് കുറവായിരിക്കും, ചിലവർക്ക് ബസ്റ്റ് കൂടുതലും ചെസ്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ എടുക്കുന്നത് ബസ്റ്റിൻ്റെ റൗണ്ടാണ് കേട്ടോ. വേസ്റ്റ് റൗണ്ടാണ് ഈ മെഷർ ചെയ്യുന്നത്. നമ്മൾ എത്രയാണോ ബ്ലൗസ് ലെങ്ത്ത് എടുത്തത് ആ ഒരു പോയിന്റിൽ വരുന്ന റൗണ്ടാണ് വേസ്റ്റ് റൗണ്ട്. അടുത്തതായിട്ട് ബസ്റ്റ് ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. ബസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ബസ്റ്റ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടുത്തെ ആ പോയിന്റ് വരെയുള്ള ഒരു ലെങ്ത് ആണ് കേട്ടോ. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ബാൻഡൊക്കെ കട്ട് ചെയ്യുക. ഇത് അപ്പെക്സ് പോയിന്റ് ആണ് കേട്ടോ, അഥവാ നിപ്പിൾ പോയിന്റ്. എവിടെയാണോ നമ്മുടെ നിപ്പിൾ വരുന്നത് ആ ഒരു പോയിന്റ് വരെയുള്ള ഒരു ലെങ്ത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് സെപ്പറേഷനാണ്, നമ്മുടെ രണ്ട് ബസ്റ്റും തമ്മിലുള്ള നിപ്പിൾ പോയിൻറ്റും തമ്മിലുള്ള സെപ്പറേഷനാണ് ആ മെഷർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് നെക്ക് ലെങ്ത്ത് നമുക്ക് എത്ര കൊണ്ട് നെക്ക് ലെങ്ത്ത് വേണം എന്നുള്ളതാണ്. ഈ ഒരു മെഷർമെൻറ്റിന് അക്രോസ് ഫ്രണ്ട് എന്നാണ് കേട്ടോ പറയുക. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ മിഡില്ലേ, അത് ഒരു പോയിന്റ് തൊട്ടിട്ട് അടുത്ത പോയിന്റ് വരെയുള്ള ഒരു മെഷർമെൻറ്റ് കേട്ടോ. ഈ സെയിം തന്നെ ബാക്കിൽ ചെയ്യുന്നതിന് അക്രോസ് ബാക്ക് എന്ന് പറയും. ഏകദേശം ഷോൾഡറുമായിട്ട് സെയിം ആയിരിക്കും, ചെറിയൊരു വ്യത്യാസമാണ് ഉണ്ടാവുമായിരിക്കുള്ളൂ കേട്ടോ. അടുത്ത മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് നെക്കിൻ്റെ ഒരു ലെങ്ത്താണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇത് ഞാൻ നേരത്തെ എടുക്കാൻ വിട്ടതാണ്. ഫ്രണ്ട് ലെങ്ത്താണ് ഇത്. നമ്മുടെ ബാക്ക് ലെങ്ത്തും ഫ്രണ്ട് ലെങ്ത്തും വ്യത്യാസം ഉണ്ടാവും ബസ്റ്റ് വരുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതും എക്സ്ട്രാ മെഷർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കാറ് എന്നുള്ള ഒരു കണക്കാണ് കേട്ടോ. ഇതിൽ ഞാൻ ചെയ്തത് മുഴുവൻ ശരിയാണെന്ന് ഞാൻ പറയില്ല, കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ടാവും. അപ്പോൾ അടുത്തത് എടുക്കേണ്ടത് ആം ഹോളാണ്. പിന്നെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സും അത് ഇതിൽ പറ്റാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറെ വീഡിയോസായിട്ട് വരാം. ബൈ.